അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ വശഫീഇനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിനോട് ഏറ്റവും വലിയ കാരുണ്യമുള്ള റബ്ബാണ്. നാം ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങൾക്കും അല്ലാഹു തആല നമുക്ക് നൽകുന്ന പ്രതിഫലം എത്രയോ വലുതാണ്. എത്ര ചെറിയൊരു പ്രവർത്തനമാണ് നാം ചെയ്യുന്നതെങ്കിലും അള്ളാഹു അവൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭൗതികമായ യാതൊരു സ്ഥാനമാനങ്ങളോ ഏതെങ്കിലും പ്രശംസകളോ ഒന്നും ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ റിള മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവോ അത് അള്ളാഹു തആല കബൂലാക്കി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പ്രതിഫലം എത്രയോ വലുതാണ്. അള്ളാഹു നമ്മോട് വലിയ കാരുണ്യമുള്ളവനായതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഏത് തെറ്റുകൾക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇദാ അറാദ അബ്ദി അൻ യഅമല സയ്യിഅത്തൻ ഫലാ തക്തുബൂഹാ ഹത്താ യഅമലഹാ. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയുകയാണ്, എൻ്റെ അടിമ ഏതോ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി മനസ്സിൽ കരുതി, പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏടിൽ തിന്മയുടെ ഭാഗത്ത് അദ്ദേഹം തിന്മ ഉദ്ദേശിച്ചതായി ചെയ്തതായി രേഖപ്പെടുത്താനേ പാടില്ല. അദ്ദേഹം അത് ചെയ്യുന്നത് വരെ അഥവാ ചെയ്താലോ ഫഇൻ അമിലഹാ, അദ്ദേഹം എങ്ങാനും ആ ഒരു തെറ്റ് ചെയ്യാൻ മനസ്സിൽ കരുതിയിട്ട് അത് ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയുന്നത്, ഫക്തുബൂഹാ ബിമിസ്ലിഹാ, എത്രയാണോ ചെയ്തതെങ്കിൽ അത്രമാത്രം അദ്ദേഹത്തിൻ്റെ സയ്യിആത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക, കൂടുതലൊന്നും രേഖപ്പെടുത്താൻ പാടില്ല. അഥവാ ഒരു അടിമ ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, ചെയ്തില്ല എങ്കിൽ ഒരിക്കലും അതിന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ശിക്ഷയില്ല. നേരെ മറിച്ച് തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയും ആ ചെയ്യുകയും ചെയ്താൽ എത്രയാണോ ചെയ്തതെങ്കിൽ അത്രമാത്രമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ നമുക്ക് അള്ളാഹു അവൻ്റെ മലക്കുകളോട് രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നുള്ളൂ. എന്നാൽ ഒരു അടിമ നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, നല്ല കാര്യം ഹൈറായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും അല്ലാഹു തആല മലക്കുകളോട് പറയുമത്രേ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നന്മയുടെ ഭാഗത്ത് അദ്ദേഹം ഒരു നന്മ ചെയ്തതായി നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം നോക്ക്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ ഏതോ കാരണവശാൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷേ അദ്ദേഹം മനസ്സിൽ കരുതി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു നന്മ ചെയ്ത പ്രതിഫലം രേഖപ്പെടുത്തി വെക്കാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുക. ഇനി അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു അടിമ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ചെയ്യുകയും ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൊരുത്തം എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് ആണോ ആ അമൽ ചെയ്തെങ്കിൽ 10 മുതൽ അതിൻ്റെ ആത്മാർത്ഥതക്കനുസരിച്ച് 700 ഇരട്ടി വരെ അല്ലാഹു തആല അതിന് ആ ചെയ്ത നന്മക്ക് അല്ലാഹു അദ്ദേഹത്തിന് പ്രതിഫലം രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാം ചെയ്യുന്ന ഓരോ അമലുകൾക്കുമുള്ള പ്രതിഫലം എത്രമാത്രം വലുതാണ്. നമ്മുടെ കാഴ്ചയിൽ ഒരു പക്ഷേ അത് ചെറുതാണെങ്കിലും ആ ചെറിയ അമൽ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെ ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലാൻ കഴിഞ്ഞു, ഒരു ദാനധർമ്മം ചെയ്യാൻ വേണ്ടി സാധിച്ചു, ഒരു സുന്നത്താ നിസ്കാരം നിർവഹിക്കാൻ ഒരാൾക്ക് സാധിച്ചു, ഒരു നോമ്പനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ ഖുർആൻ ഓതാനോ, ഒരാളോട് നല്ല മനസ്സോടൊന്ന് പുഞ്ചിരിക്കാനോ, മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു സന്തോഷമുള്ള വാർത്ത, സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഒരാൾ ചെയ്തു. ഇങ്ങനെ ഏതേത് നന്മയാവട്ടെ ആത്മാർത്ഥമായ അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അവൻ്റെ ഇഖ്ലാസിനനുസരിച്ച് ആ ചെയ്ത നന്മക്കുള്ള പ്രതിഫലം ഇരട്ടിപ്പിക്കപ്പെടും. 700 ഇരട്ടി വരെ അത് വ്യാപിക്കപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിന് നമ്മോടുള്ള കാരുണ്യം എത്രമാത്രം വലുതാണ്. അതുകൊണ്ട് തന്നെ ആഖിറ വിജയത്തിന് വേണ്ടി റബ്ബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടെ നന്മകൾ ധാരാളം ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവനക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ കഴിയും. കാരുണ്യവാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇഖ്ലാസും തഖ്വയും ഖുശൂഉം അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.